ഗൈസ്, ഇന്ന് നമ്മുടെ അമ്മുന്റെ ബ്രൈഡ് ടു ബി ആണ്. അപ്പൊ നമ്മള് സർപ്രൈസ്ലി നമ്മൾ അവളെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത്. ഇതൊരു സർപ്രൈസ് പാർട്ടിയാണ്. അപ്പൊ അഞ്ജുസിന്റെ കൂടെയാണ് നമ്മ ഉള്ളത്. നമ്മളെ ടീം ബ്ലാക്ക് ആൻഡ് റെഡ് ആണ്. നമ്മളിപ്പം ഒരുപാട് ആള് ബ്ലാക്കിലുണ്ട്. ആക്ച്വലി ഈ പ്രോഗ്രാം കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഹസ്ബൻഡിനെ കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം, ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഈ പ്രോഗ്രാം ഡിലേ ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്തിൽ ഞാനും അമ്മയും കൂടി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി. അവരൊക്കെ ബ്ലാക്ക് ഡ്രസ്സിൽ സെറ്റായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സമയം കൊണ്ട് സെറ്റ് ചെയ്ത് അമ്മുവിൻ്റെ ബ്രൈഡ് ടു ബി ഒന്ന് നമുക്ക് കാണാം. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം അവൾ എൻ്റെ കൂടെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ എങ്ങനെയെങ്കിലും അവൾക്ക് അതിൻ്റെ ക്ലൂ കിട്ടുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ബട്ട് എന്തോ ഭാഗ്യം കൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അതിനുശേഷം ഞങ്ങൾ അറേഞ്ച് ചെയ്ത കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ അവൾക്ക് കൊടുത്തു. അങ്ങനെ അവൾ കേക്ക് കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. കേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തു. പിന്നീട് ഞങ്ങളെല്ലാവരും അവളുടെ ഒന്നിച്ച് നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കാണാം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾ കസിൻസിൻ്റെ കുറച്ച് പ്രഹസനങ്ങളാണ്. ഇതാണ് ഞങ്ങളുടെ ഫുൾ കസിൻസ് ഗ്യാങ്. ഇതിനകത്തൊരു ചോട്ടാപ്പി കൂടിയുണ്ട്. നല്ല ബ്ലാക്ക് ഉടുപ്പൊക്കെ ഇട്ട് ആൾ ഫുൾ സെറ്റിലാണ്. എപ്പോൾ കരയെന്ന് പറയാൻ പറ്റൂല. പക്ഷേ പ്രതീക്ഷിച്ച പോലെയല്ല, ചോട്ടാപ്പി നമ്മളുമായിട്ട് നന്നായി സഹകരണം ഉണ്ടായിരുന്നു. അവൾ അങ്ങനെ അധികം കരഞ്ഞ് ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. പിന്നീട് ബാക്കി ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അമ്മുവിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നീട് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുട്ടി ബ്രൈഡ് ടു ബി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ.